ഹായ് ഗുഡ് മോർണിംഗ്. രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കണം. ശർക്കര ഇട്ടാണ് എല്ലാവരും ചെയ്യണത്. ഞാൻ പഞ്ചസാരയിൽ ചെയ്യണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. രാവിലെ കട്ടൻ ചായയും കൊഴുക്കട്ടയും. എപ്പോഴും പുട്ടും ദോശയും പരിത്തിളച്ച വെള്ളത്തിൽ നൈസ് പൊടി കുഴച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മത് ഇടയ്ക്കൊന്ന് ഇത്തിരി എണ്ണ തൂത്തിട്ട് നെയ്യാണ് കേട്ടോ. അത് നെയ്യോ വെളിച്ചെണ്ണ കഴിക്കണം. ഓരോ ഒഴിക്കരുത്. ഇത് ഇങ്ങനെ നെയ്യ് നമ്മൾ തടയേണ്ട കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. നമ്മുടെ ഓശാന ഞായറാഴ്ച ഉണ്ടാക്കുന്ന ഐറ്റമാണത്. ഞാനിതിൽ മറ്റേ കറുവപ്പട്ടയുടെ എല്ലാം വെച്ചിട്ടുണ്ട്. തുള്ളി വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് തൂത്തിട്ട് നമ്മൾ ചെയ്യണത് നമ്മുടെ കയ്യിലൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. പഞ്ചസാരയും ഏലക്കയും തേങ്ങയും കൂടിയാണ്. എണ്ണയും നെയ്യോ തൂത്താലേ നല്ല ഗ്ലേസിങ് ആയിരിക്കുമല്ലോ. പുറത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല. എനിക്കിങ്ങനെ ചെയ്യണം. അപ്പോഴാണ് എനിക്കത് ഇഷ്ടം. കൈ കൊണ്ട് ഇവ തള്ളവരിലോണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഈ സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് അപ്പം നമ്മുടെ കയ്യിലൊന്നും ആവില്ല. എന്നിട്ട് വെച്ചിട്ട് ഇങ്ങനെ ബോളാക്കുക. പെട്ടെന്ന് കഴിയട്ടോ. ഇതിന് മീതെ എനിക്ക് ഇങ്ങനെ ചെയ്യണം. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യാറട്ടോ. കഴിക്കാതെ ഇഷ്ടം. കറുവപ്പട്ട ഇലയൊന്നും ഇപ്പം കിട്ടുന്നില്ല. കടകളിലൊക്കെ പോയാൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇവിടെ തുടർന്നതല്ല. അത് ഗൾഫിൽ നിന്ന് ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ കൊണ്ടുവന്ന ലീഫാണത്. അതെൻ്റെ ഉണ്ട് ഇപ്പോഴും. ഇങ്ങനെ ഒരു പാക്കറ്റ്. ശർക്കരയുടെയും പഞ്ചസാരയുടെയും ടേസ്റ്റാണ്. എൻ്റെ അകത്ത് 2-3 ജീരകവും ഒരു ഏലക്കയും തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്താൽ മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. ഒരു ഗ്ലാസ് പൊടി ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. എനിക്ക് രാവിലെ ഒരു ഇടിയപ്പം ഇടുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും വീഡിയോക്ക് ഇടിയപ്പം കാണിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കൊഴുക്കട്ടയ്ക്ക് 200 ചില്ലാനും വീഡിയോ ആയി. സബ്സ്ക്രൈബ് ഭയങ്കര കുറവ്. 130 സബ്സ്ക്രൈബേ ഉള്ളൂ. അപ്പം കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. നല്ല സ്മെല്ല് കേട്ടോ. ഈ ഇല ഇട്ടിട്ടേ നല്ല സ്മെല്ല്. നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കി കഴിഞ്ഞു.
നമ്മുടെ ഓശാന ഞായറാഴ്ച വെള്ളിയാഴ്ച ഉണ്ടാക്കിയത്. എണ്ണ തൂത്ത നെയ്യ് തൂത്തായിട്ട് എടുക്കുമ്പോൾ ഉണ്ട നല്ല ഗ്ലേസിങ് ആയിരിക്കും, നല്ല ഇതായിരിക്കും, അവിടെ എവിടെ നോക്കി പിടിക്കൂല. നമ്മുടെ ഉണ്ട റെഡി. ഇപ്പം ഇത്തിരി തേങ്ങാപ്പീര കൂടുതൽ കളയണ്ട, അതെല്ലാം കൂടെ കുഴച്ചിട്ടേക്കാം. എത്ര വേസ്റ്റ് ആവില്ലേ. നമുക്ക് ചൂട് കട്ടൻ ചായ കൊഴുക്കട്ടെ. എന്താന്ന് നോക്കാം, താഴെ വെച്ചതൊക്കെ വെന്തിട്ടുണ്ടോ. ആദ്യം വെച്ചത് നമ്മുടെ ചൂട് കട്ടൻ ചായ കൊഴുക്കട്ടെ. ഇതാണ് ഇന്നത്തെ വീഡിയോ. നല്ല ടേസ്റ്റാണ്, ചൂടാണ്, ഇനി നിൽക്കണം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യട്ടോ. ഒരു ഗ്ലാസ് പൊടി ഉണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ കുഴച്ച് ഉപ്പും ചേർത്ത് ഇത്തിരി നെയ്യിട്ട് കുഴച്ചാൽ ഉള്ളിൽ തേങ്ങയും പഞ്ചസാരയും മേലൊക്കെയൊക്കെ വെച്ചിട്ടുണ്ടാകും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ, പിന്നെ പറഞ്ഞെന്നുള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറന്നു പോകണ്ട. ബായ്.